പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് പ്ലസ് ഇൻ, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവൻ എന്നുകൂടെ വ്യാഖ്യാനിക്കാം. വെളിപാട് 3:20 യേശുനാഥൻ അരുളി ചെയ്തു, ഇതാ ഹൃദയ കവാടത്തിൽ വന്ന് ഞാൻ മുട്ടുന്നു. ആ മുട്ടൽ കേട്ടാ നിങ്ങളൊക്കെ ഇനി വന്നത്. എന്നെങ്കിലും ആ മുട്ടൽ കേട്ടു. ഹൃദയ കവാടത്തിൽ വന്ന് ഞാൻ മുട്ടുന്നു. നിങ്ങൾ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, കൂടെ വസിക്കും, നിങ്ങളുടെ കൂടെ അത്താഴമുണ്ണും. എന്ന് പറഞ്ഞാൽ അത്താഴം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഒന്നിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് സ്നേഹ സംഭാഷണമൊക്കെ നടത്തി ഒരു നമ്മൾ അധികം സമയം ഒന്നിച്ചിരിക്കുന്നതൊക്കെ അപ്പോഴായിരിക്കും. കുടുംബ പ്രാർത്ഥന, അത്താഴം കഴിക്കൽ. ഈയിടെ മാർപ്പാപ്പായുടെ 10 കൽപ്പനകളെന്നും പറഞ്ഞ് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഒന്നിച്ച് പങ്കുവെച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ളവരാണ്. നിങ്ങളുടെ TV ഓഫാക്കുക. എല്ലാവരും മണിക്കൂറുകൾ TVയുടെ മുമ്പിലിരുന്ന് സമയം കളയുന്നു. അതിലൂടെ മാലിന്യം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു. അവര് പറയുന്ന ദൈവവിരുദ്ധമായ, സന്മാർഗ വിരുദ്ധമായ കാര്യങ്ങള് നമ്മിലേക്കും നമ്മുടെ മക്കളിലേക്കും കടന്നു വരുന്നു. അത് വിഷവിത്തായിത്തീരുന്നു. ന്യൂസ് കാണാൻ പാടില്ലെന്നല്ല പറഞ്ഞത്, വേറെ പലതും കാണുമ്പോൾ ഓഫ് ചെയ്യണം. പിന്നെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ടെലിവിഷൻ, ഇന്റർനെറ്റ്, സിനിമ ഇതെല്ലാം നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു 10 ലക്ഷം പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, കനിയണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ. മാധ്യമങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മാധ്യമത്തിലൂടെ തിന്മ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത കാലത്ത് ഞാൻ കടന്നു പോകുന്ന അവസരത്തിൽ TV-യിലൂടെ ഈ സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അതിൻ്റെ ഹെഡിങ് കണ്ട് ഞാൻ അവിടെ ഇരുന്നു. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ഹെഡിങ്. ക്രിസ്ത്യാനികളെ മോക്ക് ചെയ്യുന്ന, അവഹേളിക്കുന്ന ഒരു സിനിമയാണത്. ഒരപ്പൻ്റെ 2 മക്കള്. ചേട്ടൻ പെങ്ങളെ 6 ലക്ഷമോ 10 ലക്ഷത്തിന് വ്യഭിചാരത്തിന് വിൽക്കുന്നു. ആ ചേട്ടനെ അനിയൻ കൊല്ലുന്നു. ഇതാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഇതുപോലെയുള്ള സിനിമ ഉണ്ടാക്കണമെങ്കിൽ സാത്താൻ അകത്ത് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പണം മുടക്കുവാൻ ആളുണ്ടാവുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ കടമയാണ്, നമ്മുടെ ക്രിസ്തീയ കടമയാണ്, കർത്താവേ, ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേക ലക്ഷം പേരെ, അത് ഇന്ത്യയിലാകാം, ഇന്ത്യക്ക് പുറത്താകാം, തിരുരക്തം കൊണ്ട് കഴുകണമേ. 1 യോഹന്നാൻ 1:7 പറഞ്ഞേ, ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധമാക്കും. അവരെ കഴുകി ശുദ്ധമാക്കും. ഈ വചനവും നമ്മൾ ഇടയ്ക്ക് പറയണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മങ്ങിപ്പോകും, ഉണർവില്ലാത്തതാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും നമ്മുടെ വാ കൊണ്ട് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ശത്രു കീഴ്പ്പെടും. ഉദാഹരണത്തിന് എപ്പോഴും ഭയം. ഇതിന്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല,
സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് 3 പ്രാവശ്യം അടുപ്പിച്ച് പറഞ്ഞു. ഭയം ഉണ്ടാക്കുന്ന സാത്താൻ വിട്ടുപോകും. എപ്പോഴും ആകുലത, എപ്പോഴും ഉത്കണ്ഠ, എപ്പോഴും നിരാശ, എപ്പോഴും കുറ്റബോധം, എപ്പോഴും ആത്മഹത്യാ ചിന്ത സാത്താൻ കൊണ്ടിരുന്നാണ്. നമ്മൾ എന്ത് പറയണം? പ്രശ്നം എന്താണെങ്കിലും, ഇതിൻ്റെ 1,00,000 മടങ്ങ് 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ഇതുപോലുള്ള ദുശ്ചിന്തകൾക്ക് അടിമപ്പെടുകയില്ല. ഞാൻ പ്രത്യാശയിൽ വസിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവം തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരും. എൻ്റെ ദൈവം അനന്ത സ്നേഹമാണ്, അനന്ത ശക്തിയാണ്. നമ്മൾ ഏറ്റുപറയുമ്പോൾ ഇതുപോലെയുള്ള ദുശ്ചിന്തകൾ കൊണ്ടിരുന്ന സാത്താൻ നമ്മളെ വിട്ടുപോകും. നാം വാഗൊണ്ട് ഏറ്റുപറയുന്നത് സാത്താന് കേൾക്കാം, മനസ്സിൽ ചിന്തിക്കുന്നത് ദൈവത്തിനേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് വാഗൊണ്ട് ഏറ്റുപറയണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:9-10. യേശു കർത്താവാണെന്ന്, യേശു പിശാചിനെയും മരണത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് സകലത്തിൻ്റെയും നാഥനും കർത്താവാണെന്ന് നീ ഏറ്റുപറയുന്ന പക്ഷം, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ ശല്യപ്പെടുത്തുന്ന പിശാച് നിന്നെ വിട്ടുപോകും. നിന്നെ അസ്വസ്ഥപ്പെടുന്ന പിശാച് വിട്ടുപോകും. നീ വാഗൊണ്ട് ഏറ്റുപറയണം. നിന്റെ വിശ്വാസം മൂടി വെച്ചാൽ പോരാ. അതുകൊണ്ടാണ് ഇവിടെ പറയുക, സാക്ഷ്യം പറയാൻ മുന്നോട്ട് വരണം. ലജ്ജ വിചാരിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ മാത്രം പോരാ, പിന്നീട് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴും ഒരവസരം കിട്ടിയാൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ, വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ 10 വർഷമായ ഇന്ന വേദന, ഇന്ന രോഗം വിട്ടുമാറി. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള സന്ദേശം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഇന്ന രോഗം വിട്ടുമാറി. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ദാഹം അനുഭവപ്പെടും. അങ്ങനെ അനേകരുടെ വിശ്വാസം തൊട്ടുണർത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെവിക്കു വേദനയും കേൾവിക്കുറവും പഴുപ്പുമുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വയറ്റിൽ ക്യാൻസർ ഉള്ള 2 പേരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഇനിയും മദ്യപാനം, പുകവലി ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത, തീരുമാനമെടുക്കാൻ പറ്റാത്ത 22 പേർ കൂടെ തീരുമാനമെടുക്കുവാൻ കർത്താവ് കൃപ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ മനുഷ്യാവതാരം മുതൽ കുരിശുമരണം, ഉയർപ്പ് വരെയുള്ള ആ മുഴുവൻ ജീവിതത്തെ ഉൾപ്പെടുന്നതാണ് യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതി എന്ന് നാം പറയുന്നത്. യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതി മുഴുവൻ കൂടെ ചേർത്താണ് വിശുദ്ധ കുർബാന നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ കുർബാന യേശു കടന്നു വരുന്ന ബലിയർപ്പണ ശുശ്രൂഷയാകയാൽ വിശുദ്ധ കുർബാനയുടെ യോഗ്യത അനന്ത യോഗ്യതയാണ്. യേശുവിൻ്റെ യോഗ്യത അനന്ത യോഗ്യതയായതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ യോഗ്യത അനന്ത യോഗ്യതയാണ്. അതിനാൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്നവര് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പറയാം, 1, 2, 3 പേരെ കൂടിയിരിക്കുമ്പോൾ പറയാം, അനന്ത യോഗ്യതയുള്ള ദിവ്യ ബലിയിൽ സംബന്ധിക്കാൻ ഞാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന് ഞാൻ ഒരുങ്ങുന്നു. വിശുദ്ധ കുർബാന രാജാതിരാജനും കർത്താക്കന്മാരുടെ കർത്താവും സകലത്തിൻ്റെയും നാഥനുമായ ദൈവമായ യേശു കടന്നു വരുന്ന ബലിയാകയാൽ വെറുതെ ചുമ്മാ കയ്യും വീശി അങ്ങ് പോയാൽ പോരാ. തലേ ദിവസം തന്നെ തീവ്രമായ ദാഹത്താൽ നമ്മൾ ഒരുങ്ങണം. അനന്തവിശുദ്ധിയുടെ
ഉറവിടമായ ഇരിപ്പിടമായ ദൈവത്തെ സ്വീകരിക്കാൻ പോകുമ്പോൾ അതിനു വേണ്ടിയുള്ള ദാഹം നമുക്ക് വേണം. മറ്റൊന്ന്, ഒരു അഗാധമായ എളിമ നമുക്ക് വേണം. ഈശോയെ ശതാധിപന്റെ വീട്ടിലേക്ക് വന്ന് മകളെ സുഖപ്പെടുത്താൻ തയ്യാറായപ്പോൾ ശതാധിപൻ ആളയച്ചു പറയിപ്പിച്ചു, നീ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല, നീ ഒരു വാക്കു പറഞ്ഞാൽ മതി, സൗഖ്യം നടന്നുകൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഈശോ നിന്റെ ഭൃത്യൻ, മകളല്ല ഭൃത്യൻ സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ അതേ നിമിഷത്തിൽ ആ വീട്ടിൽ രോഗസൗഖ്യം നടന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അതേ നിമിഷത്തിൽ നടക്കുന്നത്? അവിടുന്ന് സർവശക്തനായ ദൈവമായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഇലക്ട്രിസിറ്റി, നമ്മൾ ബൾബ് കത്തിക്കാൻ വേണ്ടി ഇരുട്ടാണ്, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും. എന്തുകൊണ്ടാണ് ഉടനടി അവിടെ എല്ലാം പ്രകാശം നിറഞ്ഞ് അന്ധകാരം മാറുന്നത്? അത് ദൈവത്തിൻ്റെ പദ്ധതിയും ദാനവുമാകയാലാണ്. ഇലക്ട്രിസിറ്റി വെളിപ്പെടുത്തിയത് ദൈവമാണ്, മനുഷ്യനല്ല. സൃഷ്ടകർമ്മം കർത്താവിൻ്റെയാണ്. മനുഷ്യർക്ക് അന്ധകാരത്തിൽ പ്രകാശമുണ്ടാകുവാൻ സൂര്യനെ സൃഷ്ടിച്ച് അങ്ങനെ ഉന്നതത്തിൽ നിർത്തിയിരിക്കുക. ഭൂമിയിൽ നിന്ന് 9 കോടി മൈൽ അകലെ. ഇത് ഇന്ത്യൻ പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റോ അല്ല, പിന്നെ ആരാണ്? സർവശക്തനായ ദൈവമായ യേശുവാണ് ചെയ്തിരിക്കുന്നത് എന്ന് യോഹന്നാൻ 1:3 പറയുന്നുണ്ട്. സമസ്തവും അവൻ വഴിയുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. സൂര്യനേക്കാൾ വലിയ 10,000 കോടി നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ ലോകത്തിലെ ഒരു പ്രസിഡന്റും പ്രധാനമന്ത്രിയും ശാസ്ത്രജ്ഞനുമല്ല സൃഷ്ടിച്ചത്. ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്നതും പരിപാലിക്കുന്നതും ആരാണ്? യേശു. ദൈവം യേശുവിലൂടെയാണ് എല്ലാം സൃഷ്ടിച്ചതും യേശുവിലൂടെയാണ് പരിപാലിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 1:3 പറയാണ്, സൃഷ്ടിച്ച അതേ വചനത്തിലൂടെ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുന്നത്, യേശുവിലൂടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശക്തി അനന്തമാണ് എന്ന് പറഞ്ഞേ. യേശുവിന്റെ ശക്തി അനന്തമാണ്. യേശുവിന്റെ വിശുദ്ധി അനന്തമാണ്. യേശുവിന്റെ വിശുദ്ധി അനന്തമാണ്. യേശുവിന്റെ സ്നേഹം അനന്തമാണ്. യേശുവിന്റെ സ്നേഹം അനന്തമാണ്. യേശുവിന്റെ മഹത്വം അനന്തമാണ്. യേശുവിന്റെ മഹത്വം അനന്തമാണ്. ജെറമിയ 33:3 അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. യേശുവിന്റെ കരുണ അനന്തമാണ്. യേശുവിന്റെ കരുണ അനന്തമാണ്. വെറുതെ ചുമ്മാ യേശു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ലോകത്തിലെ ഒരു മതസ്ഥാപകനെ കുറിച്ചും പറയാൻ പറ്റിയല്ല ആ മതസ്ഥാപകന്റെ ശക്തി അനന്തമാണെന്ന്. അല്ല, യേശുവിന് മാത്രം. ആ യേശുവിന് മാത്രം. ലോകത്തിലെ എല്ലാ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും രാജാക്കന്മാരും മതസ്ഥാപകരും മരിച്ചു, അവരുടെ പരിപാടി തീർന്നു. യേശു മാത്രം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. തെളിവെന്നതാ. ഇന്ന് രോഗശാന്തി സാക്ഷ്യപ്പെടുത്താൻ വന്നവർ മാത്രമല്ല, നമ്മുടെ ധ്യാനമന്ദിരവും ഇവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്ത സ്നേഹം, അനന്ത വിശുദ്ധി, അനന്ത നന്മ, അനന്ത കരുണയായ യേശു തന്നെ കാൽവരിക്കുരിശിൽ ലോകം മുഴുവനും വേണ്ടി ബലിയർപ്പിച്ച ആ ബലി നമ്മുടെ അൾത്താരയിൽ നാം ആവർത്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, എനിക്കതിനുള്ള വിശുദ്ധിയില്ല, എന്നെ ഒരുക്കണമേ. എനിക്കതിനുള്ള യോഗ്യതയില്ല. പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ട് വലിയ
വിശുദ്ധനും വചനപ്രഘോഷകനുമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയാണ്, ഞാൻ പാപികളിൽ ഏറ്റവും വലിയ പാപി. കാരണം അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചു. വിൻസെന്റ് പോൾ പുണ്യവാൻ പറഞ്ഞു, നരകത്തിലെ സകല പിശാചുക്കളെക്കാളും വലിയ പാപിയാണ് ഞാൻ. അപ്പൊ ചോദിച്ചാൽ എന്താ അങ്ങനെ പറയുന്നത്? ദൈവം പ്രത്യേകം കൃപ നൽകിയില്ലെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്തേനെ. അതിനും ഞാൻ ഇപ്പൊ പാപം ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ മഹത്വം ആർക്കാണ്? ദൈവത്തിന്, പരിശുദ്ധാത്മാവിന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മള് രണ്ടുപേര് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രീസനും ചുങ്കക്കാരൻ പള്ളിയുടെ താഴെ നിന്ന് ചങ്കത്തടിച്ച്, അയ്യോ എനിക്കൊരു യോഗ്യതയില്ലെന്ന് പറഞ്ഞു. പ്രീസൻ പറഞ്ഞു, ഞാൻ കുറഞ്ഞവനല്ല, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആരാണ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടത്? ചുങ്കക്കാരൻ. നമുക്ക് ആ ചുങ്കക്കാരൻ്റെ മനോഭാവം തരാൻ പ്രാർത്ഥിക്കണം, ഹൃദയ എളിമ തരാൻ പ്രാർത്ഥിക്കണം. കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ദൈവപുത്രന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നവരാണ് നമ്മള്. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ നമ്മൾ ഒരുങ്ങണം. ചിലപ്പോൾ സാധിക്കില്ല, ജോലിക്ക് പോകാനുണ്ട്, പിള്ളേരെ വിടാനുണ്ട്, രോഗികളെ നോക്കാനുണ്ട്. പക്ഷെ ആഗ്രഹം വഴി നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഒട്ടും പറ്റിയല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മുട്ടുശാന്തിയായിട്ട് ശാലോം ടിവിയിലോ ഡിവൈൻ ടിവിയിലോ ഗുഡ്നസ് ടിവിയിലോ ഇരുന്ന് വേറെ നിവൃത്തിയില്ലെങ്കിൽ കാണുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പള്ളിയിൽ പോയാലും അതൊന്നും കണ്ടുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മളെ ദൈവം വിശുദ്ധയാകാൻ വിളിച്ചിട്ടുള്ളവരും കരുതിയിട്ടുള്ളവരുമാണ്. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള വചനങ്ങൾ എഴുതി വെച്ച് ഏറ്റു പറയണം. നമ്മുടെ ദൈവവിളി നമ്മൾ മറന്നുപോകും. നമ്മൾ വിചാരിക്കും എവിടെയെങ്കിലും അമേരിക്കയിലോ ജർമ്മനിയിലോ ഗൾഫിലോ പോയി കുറെ പണം സമ്പാദിച്ച് വലിയൊരു വീട് പണിയുക എന്നുള്ളതാണ്. എന്നിട്ട് സുവിശേഷത്തിലെ ധനവാൻ പറഞ്ഞതുപോലെ പറയും, എൻ്റെ ആത്മാവെ സന്തോഷിക്കുക, അനേക വർഷത്തേക്കുള്ളത് നീ സമ്പാദിച്ചു കൂട്ടി. അന്ന് രാത്രി ദൈവം ആ ധനവാനോട് പറഞ്ഞു, നിന്റെ പരിപാടി തീർന്നിരിക്കുന്നു, തിരിച്ചു പോരെ. മരണം നീ സമ്പാദിച്ചതൊന്നും നീ അനുഭവിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചെറുതോ വലുതോ വരുമാനമുള്ളവരൊക്കെ 10-1 ദൈവവേലയ്ക്ക് വേണ്ടിയും ദരിദ്രരെ സഹായിക്കാനും വേണ്ടി മാറ്റിവെക്കണം. എന്നാൽ അല്പം കൂടുതൽ വരുമാനമുള്ളവര് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും നല്ല ശമ്പളം, പിന്നെ പറമ്പിലാദായം, ബിസിനസ് ആദായം, അവര് 10-1 കൊടുത്താൽ പോരാ. 10-2, 10-3, 10-4, 10-5, 10-6 ഒക്കെ മാറ്റിവെച്ച് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ദരിദ്രരെ ശുശ്രൂഷിക്കാൻ ആ പണം ഉപയോഗിക്കണം. കാരണം ആയുസ് ദൈവദാനം, ജീവൻ ദൈവദാനം, നമ്മുടെ കഴിവ് ദൈവദാനം, നമുക്ക് നൽകിയ വരുമാനം ദൈവദാനം. അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്മതമാണോ? ആണെങ്കിലൊന്ന് കൈപൊക്കിക്കേ. നമ്മുടെ വരുമാനം നമ്മുടേതല്ല, നമ്മുടെ സമ്പത്ത് നമ്മുടേതല്ല, നമ്മുടെ ആരോഗ്യവും ജീവനും നമ്മുടേതല്ല. എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയും നിത്യജീവൻ നേടിയെടുക്കാൻ വേണ്ടിയും നമ്മുടെയും അനേകരുടെയും നിത്യജീവൻ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതുമാണ്. അതിന് നമ്മുടെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കാം. ദിവ്യബലി, അനന്തയോഗ്യതയുള്ള ദിവ്യബലിയിൽ പറ്റുമ്പോൾ സംബന്ധിച്ച് ആ ദിവ്യബലി കാഴ്ചവെക്കാം. ഞാനിങ്ങനെയാണ് ദിവ്യബലിക്ക് എങ്ങനെ എഴുതുന്നത്? വിശുദ്ധ കുർബാന അനന്തയോഗ്യതയുള്ള ദിവ്യബലി എന്ന് എഴുതും. എന്നിട്ട് 5 ലക്ഷം കുർബാനയും കൂടെ എഴുതി വെക്കും. ഒരു ദിവസം 5 ലക്ഷം വൈദികര് കത്തോലിക്ക പള്ളിയിൽ തന്നെ കുർബാനയുണ്ട്, അതും കൂടെ കാഴ്ചവെക്കും. ഞാൻ അടിയിൽ എഴുതുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആദ്യം 3-4 വചനം എഴുതും. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ആ കൊട്ടേഷൻ എഴുതും.
യോഹന്നാൻ 1:29 എഴുതും, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള ബലിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുഞ്ഞിക്കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പരിപാടിയല്ല ഇത്. നമ്മള് അനേകായിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും വേണ്ടി ആ ബലിയിൽ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഞാനൊരു വചനം എഴുതും, യോഹന്നാൻ 6:34-51. സ്വർഗത്തിൽ നിറങ്ങി വന്ന ഈ അപ്പം, ഇത് ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള ബലിയാണ്, അപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ എഴുതും, എന്താ ഈശോ കുർബാനയിൽ ചെയ്യുന്നത്? സങ്കീർത്തനം 103:3. അവിടുന്ന് നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു. അതാണ് നമ്മുടെ കർത്താവ് കുർബാനയിൽ നമുക്ക് തരാൻ പോകുന്നത്. നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു. ഈ വചനമേറ്റ് പറയണം ഇടയ്ക്കിടയ്ക്ക്, വിശ്വാസം ഉണരും. അടുത്തത് എന്താ ഈശോ ചെയ്യാൻ പോകുന്ന കുർബാനയിൽ? മത്തായി 3:11. അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. ദൈവ സ്നേഹാഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ മേൽ എഴുന്നള്ളി വരും. പ്രൈസ് ദി ലോർഡ്. കുർബാനയ്ക്ക് അർത്ഥമുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പൈശാചിക പീഡ കുറെ നാൾ എന്നെ ഇട്ട് പീഡിപ്പിച്ച് വട്ടം കറക്കി, ഒരു 8-10 കൊല്ലം. എന്നിട്ട് ഞാൻ പട്ടം സ്വീകരിക്കേണ്ട, അച്ഛനാകണ്ടെന്നൊക്കെ വിചാരിച്ച് നടന്ന കാലവും ഉണ്ട്. എൻ്റെ കുരുപ്പെട്ട സ്വീകരണത്തിന് എൻ്റെ ബന്ധുക്കളൊക്കെ ആരും തന്നെ ഞാൻ വിളിച്ചുമില്ല. കാരണം എന്നാണെന്നറിയാമോ? എൻ്റെ വിചാരം ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ പട്ടം സ്വീകരിക്കാതെ മാറിക്കളയുമെന്നാണ്. അത്രമാത്രം പീഡ എനിക്കുണ്ടായിരുന്നു. ഞാൻ അച്ഛനായി കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമില്ലെങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ പോകുന്ന 2 അച്ഛന്മാർ, അവര് എന്നോടൊരു ചോദ്യം, റോമിൽ നടക്കുന്ന ആ വൈദികരുടെ ധ്യാനത്തിന് അച്ഛൻ പോകുന്നില്ലേ? 6000 വൈദികരുടെ ധ്യാനം, 100 മെത്രാന്മാരുടെ ധ്യാനം, 1984 ഒക്ടോബർ 4 തൊട്ട് 5 ദിവസം. ഞാൻ പോകുന്നില്ല. എന്താ? ഇത്ര പൈസ മുടക്കി ഒരു ധ്യാനം കൂടാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ധ്യാനം പ്രസംഗിക്കുന്നയാളാണ് പറയുന്നത്. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, അതല്ല, അച്ഛൻ പോകണം. ഞാൻ എൻ്റെ സുപ്പീരിയർ ജനറലിനോട് ഇത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം തന്നെ ഞാൻ അനുവാദം തന്നിരിക്കുന്നു, പൈസ മുഴുവനും സഭയിൽ നന്നാക്കാം, പൊക്കോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്നു. 5 ദിവസത്തെ ധ്യാനത്തിൽ ആദ്യത്തെ 2 ദിവസം ക്ഷീണം, തളർച്ച, യാത്ര, ക്ഷീണം. 3-ാം ദിവസം തൊട്ട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി. 4-ാം ദിവസം ഉച്ച കഴിഞ്ഞ് വിശുദ്ധ കുർബാനയുടെ 1.5 മണിക്കൂർ സമയം സ്വർഗീയ പ്രകാശവും ആനന്ദവും കുത്തിയൊഴുകുന്ന അനുഭവം. പരിശുദ്ധാത്മാഭിഷേകം, ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത അഭിഷേകം കുർബാനയിൽ തന്നു. അതൊരു വെളിപ്പെടുത്തലായിരുന്നു. ഓരോ കുർബാനയിലും അത് യേശുവിൻ്റെ ജീവിത ബലിയാകയാൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം തുറന്നു പിടിച്ചുകൊണ്ട് വേണം ഓരോ ദിവ്യബലിയിലും ദാഹത്തോടെ വേണം സംബന്ധിക്കുവാൻ. ഓരോ ദിവ്യബലിയിലും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഉപോത്ബലകമായ, അതിന് താങ്ങായിട്ട് നിൽക്കുന്ന ദൈവവചനം നമ്മൾ കുറിച്ചു വെക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഏറ്റവും സ്നേഹത്തോടെ പറയുകയാണ്, വലിയ താല്പര്യത്തോടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. നമുക്ക് ചുറ്റുമുള്ള 10,000-ങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യാൻ പോയിരിക്കുന്ന സ്ഥലത്തെ 10,000-ങ്ങളും ലക്ഷങ്ങളും, പിന്നെ നമ്മുടെ പാർലമെന്റ്, അത് BJP ഭരിച്ചോ കോൺഗ്രസ് ഭരിച്ചോ ഒന്നും പ്രശ്നമില്ല. 541 MP ഇപ്പോൾ ഉള്ളത്. പിന്നെ അടുത്ത ഇലക്ഷൻ കൊണ്ട് ഇപ്പോൾ എഴുതി വെക്കാം, 543 + 543 × 1000, അപ്പം 5 ലക്ഷം + 5 ലക്ഷം പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അവരെ 5 ലക്ഷം കുർബാനയിലെ തിരുരക്തം കൊണ്ട് കഴുകും. എനിക്ക് കുർബാനയെ കിട്ടിയിട്ടുള്ളൊരു പ്രവചനമാണ്. ഒരു പ്രവചനം, ആ കൊടുങ്കാറ്റിൽ ചിതറിത്തെറിക്കാത്ത ചക്രവർത്തി പദം ഇല്ല. സാത്താന്റെ ചക്രവർത്തി പദങ്ങൾ തെറിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ 35 മുഖ്യമന്ത്രിമാരെഴുതും +35 അടുത്ത ഇലക്ഷൻ 5 കൊല്ലം കഴിഞ്ഞ് × 1000. 35 ഗവർണർമാർ +35 × 1000. ഒരു 4000 MLA-മാര് ഇന്ത്യയിൽ, ഒരു 4000 കൂടെ. എന്താ പ്രാർത്ഥിക്കുന്നത്?
ഈ കുർബാനയിലെ തിരുരക്തത്തിൽ 5 ലക്ഷം കുർബാനയിലെ തിരുരക്തത്തിൽ അവരെ കഴുകണമേ, പൊതിയണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നമ്മൾ പ്രാർത്ഥിച്ചില്ല, ആരാ പ്രാർത്ഥിക്കാനുള്ളത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അശുദ്ധാത്മാവ് കയറും. പ്രൈസ് ദി ലോർഡ്. മോഡി കയറി കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഗർഭഛിദ്രത്തിനെതിരാണ് പുള്ളി, സ്വവർഗഭോഗത്തിനെതിരാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റേത് ഇങ്ങനെ ആകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗവൺമെന്റ് തൽക്കാലം താഴെ കിടക്കാൻ പറഞ്ഞു. ദൈവം ഇങ്ങനെയാകാമെന്ന് പറഞ്ഞില്ലേ? ദൈവത്തെ ഏറ്റുപറയണം, ദൈവനാമം ഏറ്റുപറയണം. മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എൻ്റെ തല കൊണ്ടാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. എൻ്റെ നന്മ കൊണ്ടാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ വെറും പൊടിയാണ്, വെറും പുഴുവാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ഏറ്റുപറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ.